CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ കൊടിയുയർന്നു. ചിറ്റൂരിൽ ആദ്യമായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന അംഗമായ ജയപ്രകാശ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തത്തമംഗലം രാജീവ് ഗാന്ധി കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും RSSന്റെ നിയന്ത്രണത്തിലാക്കാനാണ് കേന്ദ്രം ഭരിക്കുന്ന BJP ശ്രമിക്കുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്ര നിലപാടുകൾക്കെതിരെ പോരാടുകയാണ് CPM സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിനുവേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്താനും തൊഴിലാളികളുടെ ഉന്നമനത്തിനായി ശക്തമായ പോരാട്ടം നടത്താനും ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യതിചലിച്ചതാണ് വീണ്ടും മോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് എന്നും BJP സർക്കാരിനെ താഴെയിറക്കാൻ CPMന് കഴിയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നമ്മൾ വ്യക്തമായ രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു കാര്യം പറഞ്ഞു. അതെന്താ, ഈ BJPയെ താഴെ ഇറക്കാനാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ ആരും ആലോചിക്കുന്നില്ല. അപ്പോഴാണ് 23-ാം പാർട്ടി കോൺഗ്രസ് പറയുന്നത് BJPയെ താഴെ ഇറക്കാനാവും. എങ്ങനെ? ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ സങ്കല്പം പോലെ വിശദീകരിച്ചതല്ല CPM. കാരണം BJPക്ക് 37% വോട്ടാണ് നിലവിലുള്ളത്. 37%. അതുകൊണ്ട് CPM പറഞ്ഞു, ഓരോ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും, അന്ന് ഈ ഇന്ത്യ മുന്നിൽ വന്നിട്ടില്ല കേട്ടോ, ഇന്ത്യ ബ്ലോക്ക് ഇല്ല. അപ്പോഴാണ് പറഞ്ഞത് ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി കൈകാര്യം. ആ ഓരോ യൂണിറ്റായിട്ട് ഓരോ സംസ്ഥാനവും കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ BJPക്ക് 37% ഇന്ത്യയിൽ ആകെ വോട്ട്. 63% വോട്ട് BJP വിരുദ്ധ വിഭാഗത്തിനാണ്. അങ്ങനെ വരുമ്പോൾ ആ സംസ്ഥാനത്ത് ഓരോ നിയോജക മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കാനാവുമെന്ന് BJP വിരുദ്ധ വോട്ട് ചിഹ്ന ഭിന്നമാവാതെ, ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ BJPക്കെതിരായിട്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ BJPയെ താഴെ ഇറക്കാം എന്ന് CPM 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാണ്. ഇത് സാധിക്കും എന്ന ഒരു ധാരണ വന്നപ്പോഴാണ് യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് നിതീഷിനെ യഥാർത്ഥത്തിൽ മറ്റു പാർട്ടികളുമായിട്ട് ചർച്ചയ്ക്ക് നിയോഗിക്കുന്നത്. അങ്ങനെയാണ് വെറുതെ ഈ ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ഈ നിലപാട് വെച്ചിട്ടാണ്. അങ്ങനെ നിതീഷ് കുമാറിനെല്ലാമായിട്ട് ചർച്ച ചെയ്തു. കോൺഗ്രസ് ആയിട്ടും അതുപോലെ AAP ആയിട്ടും DMK ആയിട്ട് നമ്മളായിട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് വാശി പിടിച്ച് ചെയർമാനാവണം കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിതീഷ് മനസ്സിലായി നേതൃത്വം നമുക്ക് പോവുകയാണ്. അവർക്കെല്ലാം മറുകണ്ഠം ചാടാൻ വലിയ സമയം വേണ്ട. വളരെ വേഗം തന്നെ മറുകണ്ഠം ചാടി BJP ക്യാമ്പിലേക്ക് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യം വന്ന നിതീഷ് തന്നെ പുറത്തു പോയിരിക്കുകയാണ്. പിന്നെ ഈ ചാൻസ് എന്താ? അന്ന് യെച്ചൂരി പറഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിതീഷ് കൂടിച്ചേർന്നിട്ടാണ് 37% വോട്ട്. 1969 ഒക്ടോബർ 14 ജന്മത്വം അവസാനിപ്പിച്ച പാർട്ടിയാണ് CPM. ഇന്ന് പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും കർഷക തൊഴിലാളികളുടെയും പിന്നോക്കക്കാരന്റെയും മക്കൾക്ക് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. ഇത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിൽ അധികാരത്തിലെത്തിയതിന്റെ ഫലമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ അധ്യക്ഷനായി. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ, CK രാജേന്ദ്രൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, PK ശ്രീമതി, KK ശൈലജ, K രാധാകൃഷ്ണൻ MP,
എളമരം കരീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ജയചന്ദ്രൻ, പുത്തലത്ത് ദിനേശൻ, പി ബിജു, സ്വരാജ് എന്നിവരും പി രാജേഷ്, എൻ കൃഷ്ണദാസ്, എൻ സുരേഷ് ബാബു, വി ചെന്താമരാക്ഷൻ, പ്രഭാകരൻ MLA, ശശി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. 21, 22 തീയതികളിൽ പൊതുസമ്മേളന നഗരിയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളും പ്രവർത്തനങ്ങളും പുരോഗതിയും മുന്നേറ്റവും വിശദമായി ചർച്ച ചെയ്യും. സമ്മേളന സമാപനമായി 23 വൈകിട്ട് 5 മേട്ടുപ്പാളയത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്.